ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 8 ആണ്. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൽ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. കഴിഞ്ഞ ആഴ്ചയിൽ 1 to 7 ഡേയ്സിൽ നമ്മൾ തീർത്തു. ഏതായിരുന്നു തീർത്തത്? കേരള ഹിസ്റ്ററിയാണ് തീർത്തത്. 6 ദിവസം കൊണ്ട് നമ്മൾ തീർക്കുകയും 7ാമത്തെ ദിവസം നമ്മൾ പൂർണ്ണമായ റിവിഷന് മാറ്റി വയ്ക്കുകയും 7ാമത്തെ ദിവസം നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇത് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ നമുക്ക്. അത് നമ്മൾ എന്നാലും 7 ദിവസം തന്നെയാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഉള്ളത്. ആദ്യത്തെ തന്നെ INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ INC ഒരു ക്ലാസ് കൊണ്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടൊരു കാര്യമാണ്. കാരണം ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ INCയുടെ ഈ ഒരു ദിവസം ഡേ 8 നമ്മൾ INCയുടെ ആമുഖം മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ 100 ഡേയ്സ് കൊണ്ട് നമ്മളുടെ LP UPയുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒരു വീഡിയോ ആക്കി ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരമാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വയ്ക്കാം. ഇനി പറയാനുള്ളത്, നമ്മൾ ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം സിലബസ് വൈസ് ക്ലാസ്സുകളുടെ കൂടെ SCERTയും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SCERT ഓരോ ചാപ്റ്റർ വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ SCERT ഞാൻ സയൻസ് 2 ചാപ്റ്ററും സോഷ്യൽ 3 ചാപ്റ്ററും അങ്ങനെ നമ്മൾ 5 ചാപ്റ്ററോളം പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് SCERT പാഠഭാഗങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകളോ മറ്റ് ബുക്കുകളോ വെച്ച് SCERT ഇതിനോടൊപ്പം പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓരോ ദിവസം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് ഉപയോഗിച്ച് SCERTയും കൂടെ പഠിച്ചു തീർക്കണം. അപ്പോൾ ഡേ 8 നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആമുഖം, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. കൂടാതെ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERTയിൽ സയൻസിൽ 3ാമത്തെ ചാപ്റ്റർ, സയൻസിൽ 3ാമത്തെ ചാപ്റ്റർ പഠിക്കാം. അതുപോലെ ഇംഗ്ലീഷ് നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ടോപ്പിക്ക് വെച്ചിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്, അതായത് 1 to 7 ഡേയ്സിൽ നമ്മൾ പഠിച്ചു തീർത്തത് ആർട്ടിക്കിൾസാണ് ഇംഗ്ലീഷ്. ഈ ആഴ്ചയിൽ 8 to 14 വരെയുള്ള ദിവസങ്ങളിൽ കൺകോഡ്സ് ആണ് പഠിക്കേണ്ടത്. ഈ കൺകോഡ്സിൻ്റെ വീഡിയോ ഞാൻ 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ലാസ്റ്റ് ആകുമ്പോൾ ഇട്ട് തരാം. അതല്ല നിങ്ങൾക്ക് അതിന് മുന്നേ പഠിക്കാൻ സമയം കിട്ടുന്നെങ്കിൽ വേറെ സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാം. അപ്പോൾ എന്തായാലും ഈ 8 to 14 ഡേയ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇത്രയും ഭാഗങ്ങളാണ്. അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ഇന്ന് ഡേ 8 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡേ 8 നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കൂടെ SCERT സയൻസിലെ 3ാമത്തെ ചാപ്റ്ററും പഠിക്കും. അതുകൂടാതെ നമ്മൾ ഈ 14 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഇംഗ്ലീഷ് കൺകോഡ്സ് പഠിച്ചു തീർക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമമായിരുന്നു ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂമാണ് സ്ഥാപിച്ചത്. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത്. അത് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറുകയായിരുന്നു. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. AO ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, അലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അതുപോലെ WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് WC ബാനർജിയാണ്.
2 തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി കൂടിയാണ് WC ബാനർജി. അതുപോലെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ കുറേ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മയെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് WC ബാനർജിയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു പൂനെ. പക്ഷേ അവിടെ പ്ലേഗ് രോഗം വളരെയധികം സ്പ്രെഡായൊരു സമയമായതുകൊണ്ട് അത് മാറ്റി, അത് ബോംബെയിലേക്ക് മാറ്റി. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. അവിടെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 പേരാണ് ഇതിൽ പങ്കെടുത്തത്. അതുപോലെ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. 9 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ ആ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. അതുപോലെ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭു. ഇനി ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അത് റാൻഡോൾഫ് ചർച്ചിൽ പ്രഭു ആയിരുന്നു. റാൻഡോൾഫ് ചർച്ചിൽ പ്രഭു. ഇനി 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എതിരായിട്ട് സർ സയ്യദ് അഹമ്മദ് ഖാൻ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. ആ സംഘടനയുടെ പേരാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഈ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ നമ്മുടെ INCക്ക് എതിരായിരുന്നു. അത് രൂപീകരിച്ചത് ആരായിരുന്നു? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ആ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതുപോലെ INCയുടെ സമ്മേളനങ്ങളിൽ പ്രസിഡൻ്റായിരുന്ന ആളുകളുടെ പേരുകൾ, അവരുടെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ധാരാളമായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസം Day 9 നമ്മൾ പഠിക്കാൻ പോകുന്നത് INCയുടെ സമ്മേളനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും മാത്രമായിട്ടാണ്. അപ്പോൾ Day 8 നമ്മളതിൻ്റെ ഒരു ആമുഖം മാത്രം, ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് പറഞ്ഞ് പോകുന്നത്. പക്ഷെ അതിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്, പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളുടെയും അതിലെ പ്രസിഡൻറ്റുമാരുടെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ടുള്ള പഠനം Day 8 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് ഇരുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നത്. ഓക്കെ, ഇനി സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയത്. അതുപോലെ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയുന്നതിന് വേണ്ടി പാസാക്കിയ ആക്റ്റാണ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട്. ഓക്കെ, സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് അത് പാസാക്കിയത് 1907 ഈ 1907 എന്ന് പറയുമ്പോൾ INCയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സൂററ്റ് പിളർപ്പ് എന്ന് പറയും. അതായത് INCയിലെ ആളുകൾ, മെമ്പേഴ്സ് രണ്ടായിട്ട് തിരിഞ്ഞു. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം രണ്ടായിട്ട് തിരിഞ്ഞു. അങ്ങനെ ഒരു പിളർപ്പുണ്ടായി. അത് 1907 സൂററ്റിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് നമ്മളതിനെ സൂററ്റ് പിളർപ്പ് എന്നാണ് പറയുക. അത് 1907 അതുപോലെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനമാണ്. 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്. അന്നത്തെ പ്രസിഡൻറ്റ് ദിൻഷാ ഇ വാച്ച ആയിരുന്നു. ദിൻഷാ ഇ വാച്ച.
പിന്നീട് ഗാന്ധിജി പ്രസിഡൻ്റായിട്ട് വരുന്നുണ്ട് INCയുടെ. നമ്മൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പിന്നീട് പറയും. ഇനി റാഷ് ബിഹാരി ബോസ് 2 തവണ തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. 1907-ലും 8-ലും. ഓക്കെ, റാഷ് ബിഹാരി ഘോഷാണ് കേട്ടോ, ബോഷ് അല്ല, ഘോഷാണ്, അത് തെറ്റിയതാണ്. ഇനി നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ബങ്കിപ്പൂർ സമ്മേളനം. 1912-ലെ ബങ്കിപ്പൂർ സമ്മേളനം. നമ്മൾ നേരത്തെ സൂററ്റ് പിളർപ്പിൻ്റെ കാര്യം പറഞ്ഞു, 1907-ലാണെന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും ഒരു പിളർപ്പ് ഉണ്ടായിട്ടുണ്ട്, അത് 1918-ലാണ്. സെക്കൻഡ് പിളർപ്പ് 1918. അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ മിതവാദികളിൽ ഒരു വിഭാഗം അംഗീകരിച്ചതായിരുന്നു പിളർപ്പിന് കാരണം. അതായത് ഈ INCയിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 വിഭാഗമായിട്ട് തിരിഞ്ഞു എന്ന്, അത് മിതവാദികളും തീവ്രവാദികളും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് വളരെ സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരാണ് മിതവാദികളുടെ ഗ്രൂപ്പ്. കുറച്ച് എന്താ പറയുക, ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു തീവ്രവാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ 2 ഗ്രൂപ്പും കൂടി അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അവർ തിരിയാനുണ്ടായത്. ആദ്യത്തെ ആ ഒരു പിളർപ്പ് അതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പിളർപ്പിന് കാരണം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വന്നപ്പോൾ അത് മിതവാദികളിൽ കുറേ പേര് അതിനെ അംഗീകരിച്ചു. അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതായിരുന്നു രണ്ടാമത്തെ പിളർപ്പ്, 1918-ലെ പിളർപ്പിന് കാരണം. ഇനി ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമുണ്ട്, അത് ലാഹോർ സമ്മേളനമാണ്. 1929 ഡിസംബർ 31-നാണ് കേട്ടോ ഈ പതാക ഉയർത്തിയത് ആദ്യമായിട്ട്. 1929-ലെ ലാഹോർ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം കൽക്കട്ട സമ്മേളനമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഗാന്ധിജി പ്രസിഡൻ്റായിട്ടുള്ള സമ്മേളനമായിരുന്നു ബൽഗാം സമ്മേളനം. ഓക്കെ, ബൽഗാം സമ്മേളനം. ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ 2 ഉണ്ട്. ന്യൂഡൽഹിയിലെ 1932-ലെ സമ്മേളനവും കൽക്കട്ടയിലെ 1933-ലെ സമ്മേളനവും. ഈ 2 സമ്മേളനങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച സമ്മേളനങ്ങളാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, കോൺഗ്രസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ വന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ചിഹ്നം കൈപ്പത്തിയാണ്, നമുക്കറിയാം അല്ലേ. പക്ഷെ മുൻപ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ആയിരുന്നില്ല ചിഹ്നം. ആ ചിഹ്നമാണ് നുകം വെച്ച കാളകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം നുകം വെച്ച കാളകളായിരുന്നു. പിന്നീട് കൈപ്പത്തിയായിട്ട് മാറിയ വർഷമാണ് 1978. 1978-ലാണ് കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് വിദേശികളുമായിട്ടുണ്ട്. അപ്പോൾ വിദേശികൾ പ്രസിഡൻ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയായ വിദേശികളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ജോർജ് യൂൾ, വില്യം വെഡർബേൺ, ആൽഫ്രഡ് വെബ്ബ്, ഹെൻറി കോട്ടൺ, ആനി ബെസൻറ്റ്, നെല്ലിസൺ ഗുപ്ത. ഇനി ഇവരൊക്കെ എപ്പോഴൊക്കെയാണ് ആയത്, ഇവരുടെയൊക്കെ ആദ്യമായത് ആര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡൻ്റായ വനിതകളുടെ പേരുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന വനിതകളാണ് ആനി ബെസൻറ്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് JB കൃപലാനി. അതേസമയം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻറ്റ് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻറ്റ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻറ്റ് പട്ടാഭി സീതാരാമയ്യ.
ഇനി പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. ഓക്കെ, ഈ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യയാണ്. ആ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി 1927 ബ്രസൽസിൽ വെച്ച് നടന്ന കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലിസ്റ്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരു വ്യക്തി പങ്കെടുത്തു. അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഇപ്പോൾ തുടർന്ന് വരുന്നത് നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നെയായിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകൾ അധികവും നടന്നിട്ടുള്ളത്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ മീറ്റിങ്ങുകളും നടന്നിട്ടുള്ളത്, സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുൻപാണെങ്കിൽ INC സമ്മേളനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദിയായിട്ടുള്ളത് കൊൽക്കത്തയായിരുന്നു. ഇനി ഈ INCയെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചോദ്യമായിട്ട് വരാം. അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ 2 അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, അദ്ദേഹം INCയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്: ഒരു അവധിക്കാല വിനോദ പരിപാടിയാണ് INC എന്ന് പറഞ്ഞൊരു ആക്ഷേപഹാസ്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്, അവധിക്കാല വിനോദ പരിപാടി എന്ന്. അതുപോലെ വേറെ ഒരു അഭിപ്രായം കൂടി ബാലഗംഗാധര തിലക് പറഞ്ഞിട്ടുണ്ട്: തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം, INCയെക്കുറിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. അതുപോലെ അരബിന്ദ ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് യാചക സ്ഥാപനം എന്നാണ്, യാചക സ്ഥാപനം. INCയെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. അതുപോലെ രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറിയാണ് INC എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇനി നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് INC എന്നാണ് പട്ടാഭി സീതാരാമയ്യ അഭിപ്രായപ്പെട്ടത്. അതുപോലെ 3 ദിന തമാശ എന്നൊരാക്ഷേപഹാസ്യത്തോടു കൂടി അശ്വനി കുമാർ ദത്ത് INCയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, 3 ദിന തമാശ. ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ്, ഈ ഒരു അഭിപ്രായം പറഞ്ഞത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. അതുപോലെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന കോൺഗ്രസിനെ കുറിച്ച് INCയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ബിപിൻ ചന്ദ്രപാൽ. ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടിയായിട്ടാണ് INCയെ നെഹ്റു അഭിപ്രായപ്പെട്ടത്, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി. അതുപോലെ പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് INC എന്നാണ് AO ഹ്യൂം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ INCയെക്കുറിച്ച് ഡേ 8 പഠിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ഡേ 8 ഈ ഒരു സിലബസിലെ INCയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതുകൂടാതെ സയൻസ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ കേട്ടോ, 5ാം ക്ലാസ്സിലെ സയൻസ് SCRT 3ാമത്തെ ചാപ്റ്റർ പഠിക്കാം ഡേ 8. അതുപോലെ ഇംഗ്ലീഷ് കൺകോഡ്സ് ആണ് പഠിക്കേണ്ടത്. അത് 8ാം തീയതി തന്നെ പഠിച്ച് അവസാനിപ്പിക്കണം എന്നില്ല. അത് 8 തൊട്ട് 14 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അത് പഠിച്ച് അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഞാൻ ആ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും കൺകോഡ്സ്. അപ്പോൾ ഇത്രയും ഇപ്പോൾ പഠിക്കുക ഡേ 8. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 1 to 7 കേരള ഹിസ്റ്ററി പഠിച്ച് അവസാനിപ്പിച്ചു. ഇനി ആ ഭാഗം തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, മുന്നേ പഠിച്ചവരായാലും ഇപ്പോൾ പഠിക്കുന്നവരായാലും അത് മറന്നു പോകും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ അതാത് ദിവസത്തെ സിലബസ് ടോപ്പിക് പഠിക്കുമ്പോൾ കുറച്ച് സമയം മുന്നേ പഠിച്ച ഡേ 1 to 7 പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരുപാട് സമയം വേണ്ട, ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം കൂടി ഒന്നിച്ച് നോക്കണ്ട. അതിന് പകരം ഇപ്പോൾ ഡേ 8 നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പഠിച്ച് കഴിയുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ ഡേ 1 ടോപ്പിക്സ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ ദിവസവും
അങ്ങനെ നമ്മളെ കഴിയുന്നതനുസരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ആരാണെങ്കിലും അത് മറന്നു പോവും. അപ്പോൾ ഇന്നലെ നമ്മളിട്ട നമ്മുടെ മോക്ക് ടെസ്റ്റ് കുറേ പേര് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ക്ലാസ്. നിങ്ങൾ സിലബസ് പ്ലസ് SCERT പ്ലസ് ഇംഗ്ലീഷ് ഇത്രയും നിങ്ങൾ പഠിച്ചു പോകണം. അതുപോലെ കറൻറ്റ് അഫെയേഴ്സ് നോക്കി പോകുന്നത് നല്ലതാണ്. കറൻറ്റ് അഫെയേഴ്സും എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനോട് കൂടെ നിങ്ങൾ കറൻറ്റ് അഫെയേഴ്സ് പഠിച്ചു പോകണം. ധാരാളം പേര് ചോദിച്ചിരുന്നു കറൻറ്റ് അഫെയേഴ്സ് എന്തൊക്കെ പഠിക്കണമെന്ന്. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ 2023 ഫുള്ളായിട്ടും 2024 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ അവാർഡുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 കൊല്ലം മുന്നേ, അതായത് എക്സാം വരുന്ന വരെയുള്ള അപ്പോൾ ഒരു 3 വർഷത്തെയെങ്കിലും അവാർഡുകൾ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ന്യൂസ് പേപ്പർ സ്ഥിരം വായിച്ച് അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്ത പലരും ഉണ്ട്, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാത്തത്. അപ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇത് പഠിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം ഡേ 9 മറ്റൊരു ടോപ്പിക്കുമായിട്ട്, അതായത് INC കണ്ടിന്യൂഷനായിട്ട് കാണാം. താങ്ക് യു.